ജിൻസ് കോക്ക്, സൂക്ഷ്മ ദർശിനി, ഡയറക്ടർ എം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MC ജിതിൻ, നോൺസെൻസ് ഡയറക്ടർ മീൻസ് നോൺസെൻസ് പടത്തിൻ്റെ ഡയറക്ടർ. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ലിബിൻ TB ആൻഡ് അതുൽ രാമചന്ദ്രൻ. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് സമീർ താഹിർ, ഷൈജു ഖാലിദ്, AV അനൂപ്, DOP ശരൺ വേലായുധൻ, എഡിറ്റർ ചമൻ ചാക്കോ, ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ. അഗൈൻ പുള്ളിയുടെ ഒരു പരിപാടി അറിയാലോ, കിടുവായിട്ടുണ്ട്. സ്കോർ ആയി കഴിഞ്ഞാലും സോങ്സ് ആയി കഴിഞ്ഞാലും സോങ്സ് എഴുതിയിരിക്കുന്നത് മുരിയും അതുപോലെ വിനായക് ശശികുമാർ ചേർന്നിട്ടാണ്. സിനിമ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സമാധാനം, വളരെ സുഖം ഇത് കാണാൻ വേണ്ടിയിട്ട്. അത് ആ മേക്കിങ്ങിൻ്റെ സുഖമാണ്. സ്റ്റിൽ സിനിമാറ്റിക്കാണ്, അല്ലെങ്കിൽ ഇത് സീരിയലായി പോകേണ്ട സാധനമാണ്. അപ്പോഴേ എനിക്ക് പണി അറിയുന്ന ആളാണെന്ന് മനസ്സിലായി. കാരണം സിനിമയുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പണി വരുന്നുണ്ടവറാച്ചാ, സംഭവം റൊമ്പ പണ്ണ പോകരെ എന്നുള്ളൊരു ഫീലിംഗും ഉണ്ടാക്കി വെക്കാൻ സിനിമയുടെ തുടക്കത്തിലേ സാധിച്ചിട്ടുണ്ട്. കാരണം ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നൈബറിങ് ആയിട്ട് അവിടെ ഇവിടെയും താമസിക്കുന്ന, അത് വിചാരിച്ച് കോളനി പോലെ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്നല്ല, കുറച്ച് പറമ്പുകളും കാര്യം, ബട്ട് സ്റ്റിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെ ഭയങ്കര റിലവൻ്റ് ആണ്. ആദ്യമേ മറ്റേ ഇത് പൊക്കി പിടിച്ച് ഇരിക്കേണ്ട സൂക്ഷ്മദർശിനി എന്ന് കുറേ കഴിഞ്ഞിട്ട് എഴുതി കാണിക്കുന്നത്, വെറുതെ കൈ കടയേണ്ട, അതാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാർ അപ്പോൾ ഇങ്ങനെ പടം തുടങ്ങി. ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ, ബേസിലിനെ കാണുമ്പോൾ തന്നെ ആൾക്കാർ ചിരിക്കുമല്ലോ. കാരണം ബേസിലിന് അങ്ങനത്തെ ഒരു ഇമേജ് ആണല്ലോ, ഒരു അയൽപ്പക്കക്കാരൻ പയ്യൻ എന്നുള്ള ഇമേജ്, ഇന്നസെൻറ്റ് പരിപാടി അറിയാമല്ലോ. അപ്പം അങ്ങനെ കണ്ടുകൊണ്ട് ബേസിലിനെ കാണുമ്പോഴേ ആൾക്കാർക്ക് ആ ഒരു ഇൻറ്റിമസി അതുണ്ടല്ലോ. പക്ഷേ ബേസിലല്ല ഈ പടത്തിൽ. ഇതൊരു പക്ഷേ ഫഹദൊക്കെ ചെയ്തിരുന്നുണ്ടെങ്കിൽ ക്ലീഷയായിപ്പോയി. പക്ഷേ ബേസിൽ ആ ക്യാരക്ടർ ചെയ്തുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിൻ്റെ ആ ഒരു ആർക്ക് വന്ന് അതിങ്ങനെ വരുന്തോറും നമുക്ക് ബേസിൽ ചെയ്തുകൊണ്ട് ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് പടത്തിന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ കാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം നസ്രിയ നസീം, ഷീസ് റിയലി ബാക്ക്. കാരണം നസ്രിയുടെ ക്യാരക്ടർ വളരെ നാച്ചുറലായിട്ടാണ് നസ്രിയ ചെയ്തിരിക്കുന്നത്. കാരണം ആ ക്യാരക്ടർ അങ്ങനെയാണ്, അത് അങ്ങനെ നസ്രിയ റെൻഡർ ചെയ്തിട്ടുണ്ട്. നസ്രിയയ്ക്ക് കേക്ക് വാക്കാണ് ഇത്തരം ക്യാരക്ടേഴ്സ്. അവരിത്തരം ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ഒരുപാട് ഇനിയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആക്ട്രസ് തന്നെയാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെ സിനിമ ഇങ്ങനെ പോകണം, ഒരു അഗതാ ക്രിസ്റ്റി മോഡലിലൊക്കെയുള്ള ഒരു പടമാണ്. ഇങ്ങനെ കുറേ നൈബറിഹുഡ്, കുറേ ആൾക്കാർ, പിന്നെ ഓൾവേസ് വൈ ക്രിസ്ത്യൻ ഫാമിലി. അതിപ്പം ജോളിയുടെ ആയിക്കഴിഞ്ഞാലും ജോജിയുടെ കഥയായി കഴിഞ്ഞാലൊക്കെ തന്നെ മേ ബി ഒരു പ്രോബബിലിറ്റി തിയറി വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് അത്തരം കുടുംബങ്ങളിലായിരിക്കാം കൂടുതൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം വീണ്ടും ഒരു ക്രിസ്ത്യൻ ഫാമിലി. മാനുവൽ എന്നാണ് ബേസിലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ബേസിലിൻ്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ മൊത്തം പോകുന്നത്. ബട്ട് ദ റിയൽ ഷോ സ്റ്റീലർ ഈസ് നസ്രിയ. അത് ക്യാരക്ടറായി കഴിഞ്ഞാലും പെർഫോമൻസ് ആയി കഴിഞ്ഞാലും ഒക്കെ തന്നെ സിനിമയുടെ അവസാന ഭാഗമൊക്കെ ആകുമ്പോഴേക്ക് ഇതാണ് പെണ്ണ് എന്ന് നമുക്ക് തോന്നും. അല്ലാതെ മറ്റേ ബോഗൺവില്ലയിൽ ഇവരൊക്കെ ഇത്രയല്ല ഷാരേ എന്ന് പറഞ്ഞിട്ട് എൻ്റെയൊക്കെ വെണ്ണിക്ക എന്ന് പറഞ്ഞ മറ്റേ ഇവർ പറയും പോലെയല്ല, അങ്ങനെ പരിപാടിയല്ല. സ്പൂൺ ഫീഡിങ് അല്ല, ഇഞ്ചക്ഷൻ അല്ല. അതായത് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ വുമൺ എന്നുള്ളത് അണ്ടർലൈങ് ആയിട്ട്, അതായത് സ്പൂൺ ഫീഡ് ചെയ്യാതെ സ്ക്രിപ്റ്റിനകത്ത് ആ ക്യാരക്ടർ കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ബേസിൽ പറയുന്ന ഡയലോഗുണ്ട്, ഇവിടുത്തെ ആണുങ്ങളൊക്കെ പൊണ്ണന്മാരാണെന്നുള്ളത്. അതായത് അവിടെ താമസിക്കുന്നത് ആണല്ല, ഒരു പെണ്ണ് എന്താണെന്ന് ഈ സിനിമ അവസാനം ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. നസ്രിയുടെ ക്യാരക്ടർ അത്രയ്ക്കും കിടുവാണ്. ബേസിലിൻ്റെ മാനുവൽ എന്ന കഥാപാത്രത്തിൻ്റെ ട്രെയ്റ്റ്സ് കാണിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഡയറക്ടർ ആദ്യം മുതൽ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട്. പൂച്ച എറിയണത്, ഉടുമ്പിനെ പിടിച്ച് കറി വെക്കണത്, അങ്ങനെ കുറേ പരിപാടികൾ. ബട്ട് സ്റ്റിൽ ഈ ക്യാരക്ടർ സംസാരിക്കുന്നതും അങ്ങനെ ഒരു ഭയങ്കര പെക്യുലറായിട്ട് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ സിദ്ധാർത്ഥ് ഭരതനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് അതൊക്കെ ശരിക്കും ഡാർക്ക് ഹ്യൂമറാണ്. അതൊക്കെ നന്നായിട്ട് വർക്കാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ പോയി അതാണ്. പിന്നെ അൽഫോൺസ് പുത്രൻ്റെ പടങ്ങളിലെ പോലെ ഇങ്ങനെ ജീവികളോ ഇങ്ങനെ ആനിമൽ പ്ലാന്റ് പോലെ കാണിക്കുന്ന പരിപാടിയല്ല. അത് സ്ക്രിപ്റ്റിനകത്ത് ആ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ തന്നെയാണ് പിന്നെ കാണിക്കുന്നത്, പച്ചപ്പും ഒക്കെ കാണിക്കുന്നത് അങ്ങനെയാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിൽ ടുവേർഡ്സ് ക്ലൈമാക്സ് വരുന്ന സമയത്ത് സിനിമ നല്ലോണം മുറുകി വരുന്നുണ്ട്, ടൈറ്റ് ആവുന്നുണ്ട്. സസ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇത് തീരെ പ്രഡിക്റ്റബിൾ അല്ലാതെ അങ്ങനെ ദൃശ്യം എന്നൊക്കെ പറഞ്ഞ് ദൃശ്യം 2 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷേ ഈ സിനിമ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വിത്ത് ക്രിസ്റ്റോയുടെ സ്കോറ്, സ്ക്രിപ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്ക്രിപ്റ്റ് സാധനമാണ്. അതിനകത്ത് ഈ MC പണിതിരിക്കുന്ന പണിയിലും കൂടെ ആവുന്ന സമയത്ത് പ്ലസ് പെർഫോമൻസസ്, ഈ സാധനം ഇങ്ങനെ കയറിപ്പോയിട്ട്, അതായത് സിനിമ സമയം പോകണം അറിയണില്ല, വേഗം നമുക്ക് തീർന്ന പോലെ തോന്നുക. 2.25 മണിക്കൂർ മുകളിലൊരു സിനിമയാണ്. അപ്പോൾ അത് സിനിമ
തീരുന്നത് വരെ ഇങ്ങനെ പിടിച്ചിരുത്തി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള പല ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എത്ര മാത്രം റിഗ്രസീവ് ആണ്, ബാക്ക്വേർഡാണ് ടുവേർഡ്സ് വേരിയസ് കൈൻഡ് ഓഫ് സെക്ഷുവാലിറ്റീസ് എന്നുള്ളതൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതും അഗെയിൻ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യോ ഇഞ്ചക്ഷനോ പരിപാടിയൊന്നുമല്ല. അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സാധനത്തിനകത്ത് അണ്ടർലൈങ് ആയിട്ട് പോകുന്ന പരിപാടിയാണ്. ദീപക് പറമ്പോലെ നസ്രിയുടെ ഭർത്താവായിട്ട് വളരെ കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു നല്ലൊരു ഭർത്താവ്. അദ്ദേഹം അത് വളരെ നല്ല രീതിക്ക് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ പറഞ്ഞല്ലോ, സിദ്ധാർത്ഥ് ഭരതൻ ശരിക്കും സീരിയസ് ക്യാരക്ടറാണ്, ബട്ട് ഈ ബ്ലാക്ക് ഹ്യൂമറും പരിപാടിയും വരുന്നതുകൊണ്ട് കോമഡിയാണ്. പിന്നെ അഖില ഭാർഗവൻ നമ്മുടെ പ്രേമലോലെ മമിതയുടെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച കുട്ടി. ഇങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ കോട്ടയം രമേശുണ്ട്. മനോഹരി ജോയ് എന്ന് പറയുന്ന അഭിനേത്രിയാണ് അമ്മച്ചി ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ബീസലിൻ്റെ അമ്മച്ചിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പൂജ മോഹൻരാജുണ്ട്, ഒരു കോമിക് കഥാപാത്രമാണ്. നൗഷാദ് അലിയാണ് ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മെറിൻ ഫിലിപ്പ്, അവരും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ് എ ഹോൾ സൂക്ഷ്മ ദർശിനി മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആഫ്റ്റർ കിഷ്കിന്ദ കാണ്ഡം, കൺസിഡറിങ് ദ ജോൺറേ, അതിൻ്റെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്തിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുള്ള ഒരു സിനിമ സൂക്ഷ്മ ദർശിനി.